കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി. CPM-ന് 2015-ൽ നഗരഭരണം ലഭിച്ചതിനു ശേഷമുള്ള 10 വർഷക്കാലം UDF സ്ഥാപിച്ച റെയിൽവേ ബസ് സ്റ്റാൻഡ് തകർക്കാനുള്ള ആസൂത്രിത പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ബസ്സുകൾ കയറിപ്പോകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ച സ്ഥലത്ത് CPM-കാർക്ക് 2 വീലർ പാർക്കിംഗ് ഫീസ് പിരിക്കാൻ അവസരമൊരുക്കി. ബസ് സ്റ്റാൻഡിന്റെ മുഴുവൻ സ്ഥലവും കയ്യേറി കരാറുകാരൻ വാഹന പാർക്കിംഗിനായി ലക്ഷങ്ങളാണ് പിരിവ് നടത്തി വന്നിരുന്നതെന്നും അതിന് മാറ്റം കൊണ്ടുവരികയാണെന്നും ചെയർമാൻ അറിയിച്ചു. കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു. 1998-ൽ കോൺഗ്രസ് നേതാവ് CR ജയപ്രകാശ് നഗരസഭാ ചെയർമാനായിരുന്ന കാലത്താണ് റെയിൽവേ സ്റ്റേഷന് സമീപം ബസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് 1.14 ഏക്കർ വെള്ളക്കെട്ട് സ്ഥലം വാങ്ങിയത്. ബസ് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വഴി സൗകര്യമില്ലാതെ കിടന്ന സ്ഥലത്തേക്ക് 2010-ൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന അഹമ്മദിന്റെയും BKC വേണുഗോപാലിന്റെയും സഹായത്തോടെ 90 വർഷത്തേക്ക് നഗരസഭയ്ക്ക് പാട്ടത്തിന് സ്ഥലം ലഭിക്കുകയായിരുന്നു. 23 ലക്ഷം രൂപ പാട്ട ഫീസായി റെയിൽവേക്ക് നൽകിയതിനെ തുടർന്നാണ് സ്ഥലം ലഭിച്ചത്. തുടർന്ന് 3 കോടി രൂപ ചെലവഴിച്ച് ബസ് സ്റ്റേഷൻ സ്ഥലവും ബസ് സ്റ്റേഷനിലേക്കുള്ള റോഡും നികത്തി ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സ്റ്റാൻഡിലേക്കുള്ള റോഡും സജ്ജമാക്കി. 2013-ൽ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ സർക്കുലേഷൻ ഉത്തരവിലൂടെ ബസ് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകി. ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിനെതിരെ പ്രതിഷേധ സമരം നടത്തിയ CPM-ന് 2015-ൽ നഗരഭരണം ലഭിച്ചതിനു ശേഷമുള്ള 10 വർഷക്കാലം UDF സ്ഥാപിച്ച ബസ് സ്റ്റേഷൻ തകർക്കാനുള്ള ആസൂത്രിത പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിരുന്നത്. ബസ് സ്റ്റേഷനിൽ ബസ്സുകൾ കയറി പോകുന്നതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ച് ബസ് സ്റ്റാൻഡിന്റെ സ്ഥലത്ത് CPM-കാർക്ക് 2 വീലർ പാർക്കിംഗ് ഫീസ് പിരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തതായും ചെയർമാൻ ആരോപിച്ചു. പാർക്കിങ്ങിന്റെ മറവിൽ ബസ് സ്റ്റേഷന്റെ മുഴുവൻ സ്ഥലവും കയ്യേറി കരാറുകാരൻ വാഹന പാർക്കിങ്ങിനായി ഉപയോഗിച്ച് ലക്ഷങ്ങളാണ് പിരിവ് നടത്തി വന്നിരുന്നത്. ആയിരക്കണക്കിന് റെയിൽവേ യാത്രക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കാനാണ് ബസ് സ്റ്റേഷൻ UDF സ്ഥാപിച്ചത്. ഈ സ്ഥലത്ത് വാഹന പാർക്കിംഗ് നടത്തി ബസ് സ്റ്റാൻഡിലേക്കുള്ള ഗതാഗത തടസ്സമുണ്ടാക്കി വരുമാനമുണ്ടാക്കേണ്ട ആവശ്യം നഗരസഭയ്ക്കില്ല. UDF സ്ഥാപിച്ച ബസ് സ്റ്റേഷൻ തകർക്കാനാണ് LDF നഗരഭരണം ബസ് സ്റ്റാൻഡിൽ വാഹന പാർക്കിംഗും ആരംഭിച്ചത്. UDF നഗരഭരണം 60 ലക്ഷം രൂപ ചെലവഴിച്ച് പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് ആധുനിക രീതിയിൽ ഉടൻ നിർമ്മിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. ബസ് സ്റ്റേഷനിലെ യാത്രക്കാരുടെ സൗകര്യാർത്ഥം വെയിറ്റിംഗ് ഷെഡ് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കും. ദീർഘദൂര യാത്രക്കാരുടെ സൗകര്യത്തിനായി ബസ് സ്റ്റേഷൻ സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, ലോഡ്ജ്, റെസ്റ്റോറന്റ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി 2026-2027-ൽ തന്നെ നടപടികൾ ആരംഭിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.